പ്രിയ സുഹൃത്തുക്കളെ, നമസ്കാരം. ഇന്ന് ലോക ആത്മഹത്യാ പ്രതിരോധ ദിനമാണ്. ആത്മഹത്യകൾ ഒരു ആരോഗ്യ പ്രശ്നം എന്ന രീതിയിൽ കാണുന്നതിനായിട്ട് പൊതുവിൽ നാം പരാജയപ്പെടുന്നു എന്ന് വേണം കരുതാൻ. സാധാരണഗതിയിൽ ആത്മഹത്യയെക്കുറിച്ചുള്ള വാർത്തകൾ, സംസാരങ്ങൾ ഒക്കെ വരുമ്പോൾ അതിലൊരിടത്തും അതൊരു പക്ഷേ നമുക്ക് പരിഹരിക്കപ്പെടാവുന്ന ഒരു ആരോഗ്യ പ്രശ്നമാണ് എന്ന ഒരു വിവക്ഷ കാണാറില്ല. ഈ വർഷത്തെ ആത്മഹത്യാ പ്രതിരോധ ദിന സന്ദേശം നമുക്ക് ഈ ആഖ്യാനം, ആത്മഹത്യയെക്കുറിച്ചുള്ള ആഖ്യാനം മാറ്റാം, നമുക്ക് സംസാരിക്കാം എന്നുള്ളതാണ്. ആഖ്യാനം യഥാർത്ഥത്തിൽ കാഴ്ചപ്പാടുകളിൽ കൂടെയാണ് ആഖ്യാനങ്ങൾ വരുന്നത്. കാഴ്ച എല്ലാവർക്കും ഏതാണ്ട് ഒരുപോലെയാണ്. പുറത്തുള്ള ചുറ്റുപാടുകൾ, സംഭവങ്ങൾ, അവയെല്ലാം നമ്മളുടെ ഇന്ദ്രിയങ്ങൾ വഴി ഓരോ മനുഷ്യനും കാണുമ്പോൾ ആ കാഴ്ച ഏതാണ്ട് ഒന്നു തന്നെയാണ് എന്ന് പറയാം. പക്ഷെ കാഴ്ചപ്പാടുകൾ, ഒരു സംഭവം ഒരാൾ കാണുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ കാണുമ്പോൾ എപ്രകാരമാണ് അത് നാം കാണുന്നത്, ഓരോരുത്തരും കാണുന്നത്, അതാണ് ഓരോരുത്തരുടെയും കാഴ്ചപ്പാട്. ഈ കാഴ്ചപ്പാടുകൾ വ്യത്യാസമാണ് ആളുകൾ തമ്മിൽ. ഈ കാഴ്ചപ്പാടുകളിലുള്ള വ്യത്യാസമാണ് ഈ വർഷത്തെ ആത്മഹത്യാ പ്രതിരോധ ദിനത്തിലെ ചർച്ചാ വിഷയം. നമുക്ക് നമ്മളുടെ കാഴ്ചപ്പാടുകളിലൂടെ വരുന്ന ആത്മഹത്യയെക്കുറിച്ചുള്ള ആഖ്യാനം മാറ്റാം എന്നാണ് പറയുന്നത്. ഈ സമീപകാലത്ത് വലിയധികം ആൾനാശമുണ്ടാക്കിയ യുദ്ധങ്ങളെക്കുറിച്ച് നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ, ഇറാഖിൽ നടന്ന യുദ്ധത്തിൽ ഏതാണ്ട് 10 ലക്ഷത്തിനടുത്ത് ആളുകൾ മരിച്ചു എന്ന് പറയുന്നു. 20 വർഷക്കാലം നീണ്ടു നിന്ന വിയറ്റ്നാം യുദ്ധത്തിൽ ഏതാണ്ട് 30 ലക്ഷത്തോളം ആൾക്കാർ മരിച്ചു എന്ന് പറയുന്നു. പാലസ്റ്റീനിൽ ഈ അടുത്ത ഒരു മാസത്തിനകം വാർത്താ മാധ്യമങ്ങളിൽ കണ്ടു, അവിടുത്തെ മരണസംഖ്യ 60,000 കടന്നിരിക്കുന്നു എന്ന്. റഷ്യ ഉക്രൈൻ ആ യുദ്ധത്തിൽ 10,000-ങ്ങളാണ് കൊല്ലപ്പെടുന്നത്. അപ്പോൾ ഈ സംഘർഷ മേഖലകളിൽ ഇത്തരം മരണങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആത്മഹത്യകളുടെ എണ്ണം നമ്മളൊന്ന് പരിശോധിച്ചാൽ, ലോകം ആകമാനം നോക്കിയാൽ ഒരു വർഷം ഏതാണ്ട് 8 ലക്ഷത്തോളം ആത്മഹത്യകൾ നടക്കുന്നു എന്നാണ് പറയുന്നത്. ഇന്ത്യയിൽ 2022 കണക്ക് 1.71 ലക്ഷം, അതായത് ഏതാണ്ട് 1.25 ലക്ഷത്തോളം ആത്മഹത്യകൾ നടന്നു എന്നാണ് കണ്ടത്. കേരളത്തിൽ തന്നെ ആത്മഹത്യകൾ ഒരു വർഷം 10,000-ന് മുകളിൽ പോയിരിക്കുകയാണ്. അപ്പം ആത്മഹത്യാ നിരക്ക് ഇടക്കാലത്ത് ഒന്ന് കുറഞ്ഞതിന് ശേഷം, ഈ കോവിഡ് മഹാമാരിക്ക് ശേഷം ആത്മഹത്യാ നിരക്ക് വീണ്ടും വർദ്ധിച്ചതായിട്ട് കാണുന്നു. മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ഏതാണ്ട് 27% വരെ പൊതുവിൽ വർദ്ധിച്ചു എന്നാണ് പറയുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, 20 വർഷക്കാലം വിയറ്റ്നാമിൽ നടന്ന യുദ്ധത്തിൽ 30 ലക്ഷം ആളുകൾ മരിച്ചുവെങ്കിൽ ഏതാണ്ട് 4 വർഷം കൊണ്ട് ലോകമാസകലം അത്രയും ആളുകൾ ആത്മഹത്യയാൽ മരണപ്പെടുകയാണ്. ഇത് നമുക്കുണ്ടാക്കുന്ന നഷ്ടം കനത്തതാണ്. പൂർത്തിയായ ഒരു ആത്മഹത്യാ ശ്രമത്തിന്
20 മടങ്ങ് ആത്മഹത്യാശ്രമങ്ങൾ, പരാജയപ്പെട്ട ആത്മഹത്യാശ്രമങ്ങൾ നടക്കുന്നു എന്ന് പറയുന്നു. ഒരു ആത്മഹത്യാശ്രമം ആ വ്യക്തിയുടെ അടുത്ത് നിൽക്കുന്ന ഏതാണ്ട് ഒരു 10-20 ആളുകൾക്ക് വലിയ ആഘാതം, മാനസികമായ ആഘാതം ഉണ്ടാക്കുന്നു എന്ന് പറയുന്നു. ആത്മഹത്യകളെക്കുറിച്ച് പൊതുവിൽ ഒരു നിശബ്ദതയുടെ സംസ്കാരമാണ് നമ്മൾ വളർത്തിക്കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് ആത്മഹത്യ ചെയ്യുന്ന ഒരാൾ അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് ആത്മഹത്യാ ചിന്ത ഉണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ അത് പുറത്തു പറയരുതാത്ത എന്നോ ഒന്നാണ്. നമ്മളെല്ലാം അതിനെക്കുറിച്ച് മൗനം പാലിക്കണം എന്ന ഒരു അലിഖിത നിയമം നിലനിൽക്കുന്നത് പോലെ നാം എല്ലാം അതിനെക്കുറിച്ചൊരു നിശബ്ദതയുടെ സംസ്കാരം ഉണ്ടാക്കിയിരിക്കുകയാണ്. അപ്പം എവിടുന്നാണ് ഈ ഭയം, ഈ നിശബ്ദത നമ്മളെല്ലാം അതിൻ്റെ അടിമകളാക്കി മാറ്റുന്നത് എന്ന് നമ്മളൊന്ന് ആലോചിക്കേണ്ടതുണ്ട്. മരണം എന്ന് പറഞ്ഞാൽ നിശ്ചയമായിട്ടും ഓരോ ആളുകൾക്കും ഒരു ഭയമോ ഭീതിയോ ഉണ്ടാക്കുന്ന ഒന്നാണ്. മരണം എന്ന ഒരു കാര്യത്തെ ആയിരിക്കത്തില്ല ഒരുപക്ഷെ ഭയക്കുന്നത്. എന്തുകൊണ്ട്, എങ്ങനെ, എപ്പോൾ, അതിനുശേഷം എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു, എന്തുകൊണ്ട് ഞാൻ, തുടങ്ങിയിട്ടുള്ള 100 ചോദ്യങ്ങളാവാം നമുക്കുണ്ടാക്കുന്ന ആശങ്ക. ചുരുക്കത്തിൽ അത് നമുക്കറിയാത്തതിനെ കുറിച്ചുള്ള ഒരു ആശങ്കയാണ്. മരണം എന്ന് ജീവിച്ചിരിക്കുന്ന ഒരാളിന് അറിയാൻ സാധിക്കില്ല. നമുക്ക് മരണം കാണാൻ സാധിക്കും, പക്ഷെ മരണം എന്ന് ഒരാളിന് മനസ്സിലാക്കുക സാധ്യമല്ല. കാരണം മരിച്ച ഒരാളും തിരിച്ചു വരാറില്ല. മരിച്ച ഒരാളും തിരിച്ചു വന്ന് നമ്മളോട് പറയാൻ സാധ്യമല്ല. അപ്പം ജീവിച്ചിരിക്കുന്ന ഒരാളിന് മരണം എന്ന് അനുഭവിച്ചറിയാൻ അസാധ്യമാണ്. അപ്പം നമ്മൾ മരണം കാണാൻ സാധിക്കും, പക്ഷെ മരണം നമുക്ക് അനുഭവിക്കാനോ അതെന്താണെന്ന് അറിയാനോ പറ്റില്ല. അതെന്താണെന്ന് അത് അനുഭവിച്ച ഒരാളിന് നമ്മളോട് വിവരിക്കാനും സാധ്യമല്ല. അപ്പോൾ ഈ അൺസർട്ടനിറ്റി നിലനിൽക്കുന്നുണ്ട്. ഇതുപോലെ അറിയാൻ പറ്റാത്തതിനെ നമുക്ക് നമ്മളുടെ ബോധത്തിൽ നമുക്ക് വേർതിരിച്ച് അറിയാത്ത സാധനത്തിനെ എല്ലാ സംഭവങ്ങളെ എന്നും നമ്മളൊരു ഭയത്തോടെയാണ് സമീപിക്കുന്നത്. ഈ ഭയം പൊതുവിൽ മാനസിക അനാരോഗ്യമുള്ള ആളുകളുടെ നേരെ സമൂഹം എക്കാലവും പുലർത്തിയിരുന്ന സമീപനങ്ങളിൽ നിന്നും വ്യക്തമാണ്. ഇപ്പം നമ്മൾ പല സിനിമകളും കാണുകയാണ്. അതിൽ പലപ്പോഴും മാനസിക അനാരോഗ്യമുള്ളവരെ പരിഹാസ കഥാപാത്രങ്ങളായിട്ട് കാണാം. അപ്പോൾ അവർ സാധാരണമല്ലാത്ത ചേഷ്ടകൾ കാണിക്കുന്നു. അപ്പോൾ അത് കണ്ട് നമ്മളെല്ലാം ചിരിക്കുന്നു, അങ്ങനെയുള്ള. അപ്പോൾ നമുക്ക് അതുപോലെ ഇപ്പം നമ്മൾ സമൂഹത്തിൽ നോക്കുകയാണെങ്കിൽ പലപ്പോഴും സ്വഭാവ പ്രത്യേകതകൾ, സാധാരണ ജനങ്ങളിൽ നിന്ന് വ്യത്യാസമായ സ്വഭാവ പ്രത്യേകതകൾ പ്രകടിപ്പിക്കുന്ന ആളുകളെ പലരും കൂട്ടമായിട്ട് ആക്രമിക്കുകയും ഒരുപക്ഷെ അവർക്ക് ജീവഹാനി തന്നെ സംഭവിക്കുകയും ചെയ്യുന്നതായിട്ടുള്ള സംഭവങ്ങൾ നമ്മൾ വാർത്തകളിലൊക്കെ കാണാറുണ്ട്, കേൾക്കാറുണ്ട്. അപ്പം ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു? അപ്പം സാധാരണ നാമൊക്കെ ഒരു ചുറ്റുപാടിൽ ഏത് സ്വഭാവ രീതിയാണോ പ്രകടിപ്പിക്കാൻ പ്രതീക്ഷിക്കപ്പെട്ടിരിക്കുന്നത് അതിൽ നിന്ന് വ്യത്യാസമുള്ള ഒരു സ്വഭാവം കാണുമ്പോൾ അത് നമ്മൾ ഭയവും ഭീതിയും നമ്മളിൽ ഉണ്ടാക്കുന്നു. അതെന്താണ്, എന്തുകൊണ്ടാണ് എന്ന് നമുക്കറിയാത്തത് കൊണ്ട് അതിനെ നമ്മൾ അതിനെ നമ്മൾ ചിരിച്ചു തള്ളാൻ ശ്രമിക്കുന്നു. അപ്പോൾ ഈ ചിരി എന്ന് പറയുന്നത് നമ്മളുടെ ആകാംക്ഷയിൽ നിന്നും ഒരു കാര്യം മനസ്സിലാകാത്തതിൽ നിന്നും വരുന്നതാണ് ഒരു ചിരി. അതിനെ നമ്മൾ ചിരിച്ച് അതൊരു പരിഹാസ്യമായ ഒന്നാണ് എന്ന്, അത് യഥാർത്ഥത്തിൽ നമ്മളെ തന്നെ ഒന്ന് ശാന്തമാക്കാനായിട്ട് ഒരു ജീവി കണ്ടുപിടിക്കുന്ന ഒരു മാർഗമായിരിക്കാം. അത് യഥാർത്ഥത്തിൽ തൻ്റെ അജ്ഞതയാണ് അതിൽ കാണിക്കുന്നത്. അതുപോലെ തന്നെ അല്ലെങ്കിൽ നമ്മളതിനെ ആക്രമിക്കുക, ആ സ്വഭാവ വ്യത്യാസം കാണിക്കുന്ന മനുഷ്യനെ ഉപദ്രവിക്കുക, പരിഹസിക്കുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ. ഇതൊന്നുമല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു വിശ്വാസത്തിലേക്ക് അങ്ങ് പോവുകയാണ്. അപ്പം ഈ തരത്തിലുള്ള കാര്യങ്ങളുടെ സ്വാധീനം വളരെ കൂടുതലാണ്. അപ്പം ഇത് പലപ്പോഴും ശരിയായ ശാസ്ത്ര സത്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ഉള്ളതായിരിക്കില്ല. ഈ ശാസ്ത്ര സത്യം എന്ന് പറയുമ്പോൾ, ശാസ്ത്രം എന്ന് പറയുന്നത് സൂക്ഷ്മമായ
സാധാരണമായ സത്യത്തെ കണ്ടെത്തുകയാണ് ശാസ്ത്രം അടിസ്ഥാനപരമായിട്ട് ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ കണ്ടെത്തുന്ന വളരെ സൂക്ഷ്മവും സാധാരണവുമായ സത്യത്തെ അത് ജനറലൈസ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അത് പല അവസരങ്ങളിൽ നമ്മൾ ആ അറിവിനെ ഉപയോഗിക്കുമ്പോൾ അത് മനുഷ്യന് ഉപകാരപ്രദമായ ഉപകരണങ്ങളായിട്ട് വരുന്നു. അപ്പോൾ അങ്ങനെ നമ്മളൊരു സയൻസ് ആൻഡ് ടെക്നോളജി, അതിൻ്റെ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ ആ സാങ്കേതിക വിദ്യയുടെ വികസനം യഥാർത്ഥത്തിൽ നമുക്ക് മനുഷ്യന് ഉപകാരപ്രദമായ പല ഉപകരണങ്ങളുമായിട്ട് മാറുകയാണ്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ നമ്മളുടെ ഭൗതികമായ വികസനത്തിലേക്ക് ഒരു കണ്ടെത്തപ്പെടുന്ന ഒരു ശാസ്ത്ര തത്വം ഏറ്റവും പെട്ടെന്ന് നമ്മളുടെ സാങ്കേതികമായ ഭൗതികമായ വളർച്ചയിലേക്കും അതുണ്ടാക്കുന്ന അനേകങ്ങളായ മനുഷ്യജീവിതം കുറെ കൂടെ എളുപ്പമുള്ളതാക്കുന്ന അനേകം ഉപകരണങ്ങളിലേക്കും ശാസ്ത്ര സാങ്കേതിക വിദ്യ ആ രീതിയിൽ വളരെ പെട്ടെന്ന് വികസിച്ചു വരുന്നതാണ് കാണുന്നത്. എന്നാൽ മനുഷ്യ സ്വഭാവങ്ങളെ സംബന്ധിച്ചുള്ള സൂക്ഷ്മ പഠനങ്ങളിൽ നിന്ന് എത്തുന്ന സത്യങ്ങൾ അത് ജനങ്ങൾ അംഗീകരിക്കാൻ സ്വീകരിക്കാൻ വളരെ കാലതാമസം വരികയാണ്. അതായത് ഭൗതികമായ കാര്യങ്ങളിൽ നാം കണ്ടെത്തുന്ന ശാസ്ത്രതത്വങ്ങൾ പെട്ടെന്ന് അംഗീകരിക്കപ്പെടുകയും അതേസമയം മനുഷ്യ സ്വഭാവങ്ങളിൽ ഇവൻ വിശകലനങ്ങൾ വഴി നമ്മൾ എത്തിപ്പെടുന്ന സൂക്ഷ്മ സത്യങ്ങളെ ജനങ്ങൾ പൊതുവിൽ സ്വീകരിക്കാൻ മടി കാണിക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ ഇത് നമുക്ക് വളരെ വ്യക്തമാണ്. ഇപ്പം ഈ ആത്മഹത്യ, എന്തുകൊണ്ട് മനുഷ്യൻ ഈ ആത്മഹത്യാ സ്വഭാവങ്ങൾ കാണിക്കുന്നു എന്നുള്ളതിനെ കൊണ്ട് ഒരു 19-ാം നൂറ്റാണ്ട് മുതൽ തന്നെ അതിൻ്റെ സാമൂഹിക വശങ്ങളെക്കുറിച്ചുള്ള വലിയ പഠനങ്ങൾ വരികയും, അപ്പോൾ സാമൂഹികമായ കാരണങ്ങളാണ് പലപ്പോഴും ആത്മഹത്യയിലേക്ക് നയിക്കുന്നത് എന്ന് വളരെ കാലം ഇങ്ങനെ വിശ്വസിക്കപ്പെടുകയും ചെയ്തു. അതിനുശേഷം അത് മാനസികമായ പല വിശകലനങ്ങളും മാനസികമായ പ്രശ്നങ്ങളാണ് എന്ന് പറഞ്ഞ് അതിനൊരു സൈക്കോളജിക്കൽ എക്സ്പ്ലനേഷൻസ് വരികയും ചെയ്തു. ഇതിനൊക്കെ ശേഷം ഈ 1980-കളിൽ തന്നെ അത് യഥാർത്ഥത്തിൽ ആത്മഹത്യ പൂർത്തിയാക്കിയവർ ആത്മഹത്യ ചെയ്യുന്ന വ്യക്തികളിൽ, അതായത് സൈക്കോളജിക്കൽ ഓട്ടോപ്സി എന്ന് പറയുന്ന ഒരു സമീപനം വഴി നടത്തിയ പഠനങ്ങളിൽ ഏതാണ്ട് 95%, അതായത് 100 ആത്മഹത്യകൾ, പൂർത്തിയാക്കപ്പെട്ട ആത്മഹത്യകൾ, അതിന്റെ കാരണം എന്താണെന്ന് മരണശേഷം അന്വേഷിക്കുന്നത് വഴി മരണകാരണം കണ്ടെത്തുമ്പോൾ 100-ൽ 95 ആളുകളിലും നമുക്ക് മാനസികാരോഗ്യ ചികിത്സകൾ വഴി നമുക്ക് ഇടപെടലുകൾ നടത്താവുന്ന അവസ്ഥയുണ്ടായിരുന്നു എന്നുള്ള ഒരു കണ്ടെത്തലാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാകേണ്ടത് ഈ വളരെ സൂക്ഷ്മമായ എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള പഠനങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ഈ സത്യം യഥാർത്ഥത്തിൽ നമ്മളുടെ ജനങ്ങൾ പൊതുവിൽ അംഗീകരിക്കാൻ വളരെ മടി കാണിക്കുന്നു. അതാണ് ഈ യഥാർത്ഥത്തിൽ ഈ പെരുകുന്ന ആത്മഹത്യകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ആത്മഹത്യ ഒരു ആരോഗ്യ പ്രശ്നമാണ്. അത് ശാരീരിക രോഗങ്ങൾ പോലെ അതൊരു ശാരീരിക രോഗങ്ങൾ പോലെ ഒരു മാനസിക അസ്വാസ്ഥ്യത്തിന്റെ ലക്ഷണമായിട്ട് നമ്മൾ എടുത്തുകൊണ്ട് അതിന് ഇറ്റ്സെൽഫ് ഒരു ഡയഗ്നോസിസും നമുക്ക് പറയാൻ പറ്റില്ലെങ്കിലും സാധിക്കില്ലെങ്കിലും ഒരു മാനസിക ആരോഗ്യ അനാരോഗ്യത്തിന്റെ ലക്ഷണമായി എടുത്തുകൊണ്ട് നമ്മൾക്ക് അതിന് സഹായം തേടേണ്ടതും ആ സഹായം ലഭിക്കുക വഴി നമുക്ക് ആത്മഹത്യാ പ്രവണത കുറയ്ക്കാനും അങ്ങനെ പൊതുവിൽ ആത്മഹത്യാ നിരക്കുകൾ നമുക്ക് കുറച്ചു കൊണ്ടുവരാനും സാധിക്കും എന്നുള്ളത് സുവ്യക്തമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ പ്രാവശ്യത്തെ സന്ദേശം എന്താണ്? ഈ മാറ്റം സംഭവിക്കണമെങ്കിൽ ഇതിനകത്ത് പല കാര്യങ്ങളുണ്ട്. ഒന്ന് എന്ന് പറയുന്നത് ഒരു ഇൻഫർമേഷൻ ഗ്യാപ്പാണ്, അറിവിൽ വരുന്ന ഒരു വിടവാണ്. അത് എന്താണ് അറിവ്, അല്ലെങ്കിൽ ശാസ്ത്രീയമായ അതിനെക്കുറിച്ചുള്ള വിശകലനങ്ങളിൽ നിന്ന് ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്ന അറിവ് എവിടെയാണ് എന്നുള്ളതും അത് ജനസാമാന്യത്തിലേക്ക് എത്തിയിട്ടുണ്ടോ, അവന്റെ വിശ്വാസ മണ്ഡലത്തിൽ ഇത് എത്തിയിട്ടുണ്ടോ എന്ന് നോക്കുമ്പോൾ ആ ഒരു ഇൻഫർമേഷൻ ഗ്യാപ്പ് അല്ലെങ്കിൽ ഒരു നോളജ് ഗ്യാപ്പ് വളരെ 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 കൂടുതലാണ് മാനസിക ആരോഗ്യ പ്രശ്നങ്ങളിൽ. അപ്പം ഈ ഗ്യാപ്പ്, അതായത് എന്താണ് യാഥാർത്ഥ്യം എന്നുള്ളതും അത് മനുഷ്യൻ മനസ്സിലാക്കുന്നതിലും തമ്മിലുള്ള ആ വിടവ് വളരെ കൂടുമ്പോൾ നമ്മൾ അതിന് പല വ്യക്തിപരമായ
പല വിശ്വാസങ്ങളും പലപ്പോഴും അന്ധവിശ്വാസങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടുള്ള വിവരണങ്ങളിലേക്ക് പോവുകയും അത് ഒരു ഒരു സമൂഹത്തിൻ്റെ തന്നെ കാഴ്ചപ്പാടാവുകയും ചെയ്യും. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഈ ആത്മഹത്യകളെക്കുറിച്ച് സംസാരിക്കുന്നത് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഒരു നിശബ്ദതയുടെ സംസ്കാരത്തിലേക്ക് നമ്മൾ പോവുകയാണ്. ആത്മഹത്യ ചെയ്ത ഒരാളിൻ്റെ വീട് സന്ദർശിക്കുക, അല്ലെ ആ ആളിൻ്റെ പേരിൽ ആത്മഹത്യയാൽ മരണപ്പെട്ട അയാളൊരു പ്രസിദ്ധനായ വ്യക്തിയാണെന്ന് വിചാരിക്കുക, അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു അവാർഡോ അല്ലെങ്കിൽ ഒരു ഇങ്ങനെയുള്ള ഒന്നും ഉണ്ടാക്കുന്നില്ല. ആ ആളുടെ പേര് തന്നെ ഒരുപക്ഷെ നമ്മളുടെ സാധാരണ ചർച്ചകളിൽ നിന്നും ചിന്താമണ്ഡലങ്ങളിൽ നിന്നും മാറിപ്പോകുന്നതായിട്ടാണ് നാം കാണുന്നത്. ഞാൻ പറഞ്ഞല്ലോ, മരണശേഷം വീടുകൾ സന്ദർശിക്കാൻ പോലും ആളുകൾക്ക് വളരെ വിമുഖതയാണ്. അപ്പം ഇത് കാണിക്കുന്നത് ആ സമൂഹത്തിൻ്റെ കാഴ്ചപ്പാടാണ്. നമുക്ക് മരണം എന്നത് ഏത് രോഗം വഴിയുണ്ടായാലും, മാനസികമായ അസ്വാസ്ഥ്യത്തിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന ഒരു ആത്മഹത്യ കൊണ്ടാണെങ്കിലും അല്ല മറ്റൊരു രോഗം കൊണ്ടാണെങ്കിലും മരണം തന്നെയാണ്. ഒരു വ്യക്തി ഈ ലോകത്തു നിന്ന് അപ്രത്യക്ഷമാകുമ്പോൾ അയാളോട് അടുത്ത് ഇടപഴകിയിട്ടുള്ള, അയാൾ കൊടുത്തു വന്നിരുന്ന സംഭാവനകൾ സമൂഹത്തിൽ നിന്ന് അപ്രത്യക്ഷമാകുമ്പോൾ അയാളുടെ വ്യക്തി അടുത്ത ബന്ധുക്കൾക്ക്, ആളുകൾക്ക് ഒക്കെ വളരെ ദുഃഖകരമായ ഒരു അവസ്ഥയാണ് ഉണ്ടാക്കുക, പ്രത്യേകിച്ചും അകാലത്തിലാവുമ്പോൾ. അപ്പോൾ ഇത് ഈ ആത്മഹത്യകളിൽ സംഭവിക്കുമ്പോൾ ഞാൻ പറയുന്നത് ഈ കാര്യം നമ്മളതിനെ അഭിമുഖീകരിക്കുന്നത് തീർത്തും അതിനെ നിശബ്ദമാക്കിക്കൊണ്ടാണ്. അത് ആരോഗ്യകരമായിട്ടുള്ള ഒരു സമീപനമല്ല. അത് ആത്മഹത്യകൾ കൂടുതൽ പെരുകാനും അതിന് ചികിത്സ ലഭ്യമാകാതിരിക്കാനും ഇടയാകും. അപ്പോൾ ഞാൻ പറഞ്ഞത് ഒരു ഇൻഫർമേഷൻ ഗ്യാപ്പ്, അല്ലെങ്കിൽ ഒരു നോളജ് ഗ്യാപ്പ്, അല്ലെങ്കിൽ ഒരു അവയർനെസ് ഗ്യാപ്പ്, നമ്മുടെ അറിവിന് വിവരങ്ങൾക്ക് ഉള്ള ഒരു വിടവ് ആണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇതുപോലെ തന്നെയാണ് ഇനി നമുക്ക് അറിവുണ്ട് എന്ന് വിചാരിക്കുക, ഈ കാര്യങ്ങൾ നമുക്ക് അറിവുണ്ട് എന്ന് വിചാരിക്കുക. അറിവുണ്ടെങ്കിൽ അതിന് സമാനമായിട്ട് ഒരു ചികിത്സ നമുക്ക് ലഭ്യമാകണം. ആ ചികിത്സയ്ക്ക് യഥാർത്ഥത്തിൽ എല്ലാ തലത്തിലും, സമൂഹത്തിൻ്റെ എല്ലാ തലത്തിലും, ആരോഗ്യ സംവിധാനത്തിൻ്റെ ഓരോ മനുഷ്യനിലും എത്തിച്ചേരുന്ന ആരോഗ്യ സംവിധാനത്തിൻ്റെ എല്ലാ തട്ടുകളിലും മാനസിക അനാരോഗ്യത്തെ വിശകലനം ചെയ്യാനും വേണ്ട രീതിയിൽ സമീപനം ചെയ്യാനുമുള്ള ഒരു ഒരു മനുഷ്യ ശേഷിയും അതിനുള്ള ഒരു ചികിത്സാ ഘടനയും ഒരു അവലോകന ഘടനയും ഒക്കെ ഉണ്ടായിരിക്കേണ്ടത് വളരെ ആവശ്യമാണ്. നിർഭാഗ്യവശാൽ അത് ഇന്ന് നമ്മളുടെ സമൂഹത്തിൽ ആ രംഗത്ത് നമ്മളുടെ ആരോഗ്യരംഗം വളരെ പിറകിലാണ് എന്ന് പറയാം. അതായത് ഏതാണ്ട് WHO തന്നെ പറയുന്നത് 100,000 ആളുകൾക്ക് 3 മാനസിക രോഗ വിദഗ്ധർ എന്നൊരു കണക്ക് ആണ് പറയുന്നത്. അത് ഇന്ത്യയിൽ തന്നെ, കേരളത്തിൽ മാത്രമാണ് 100,000-1 എന്ന കണക്കെങ്കിലും നമ്മൾ എത്തിയിട്ടുള്ളത്. അപ്പോൾ അതും പലപ്പോഴും ഈ ടൗണുകൾ അല്ലെങ്കിൽ പട്ടണങ്ങൾ കേന്ദ്രീകരിച്ചിട്ടാണ്. ഗ്രാമപ്രദേശങ്ങളിലോട്ട് നോക്കുമ്പോൾ അത് വീണ്ടും കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് കാണാം. ഇന്ത്യ ഒട്ടാകെ നോക്കുമ്പോൾ അതിൻ്റെ നിരക്ക് ഒരു രോഗി, ഡോക്ടർ അല്ലെങ്കിൽ ഒരു മനോരോഗ ചികിത്സകൻ്റെ അത് വളരെ വളരെ കുറഞ്ഞു വരുന്നതായിട്ട് കാണാം. പിന്നെ മറ്റൊന്ന് നമ്മൾ കാണേണ്ടത്, ഈ മാനസിക രോഗ ചികിത്സാ രംഗം മറ്റ് എല്ലാ ചികിത്സാ രംഗങ്ങളും പോലെ തന്നെ വിവിധങ്ങളായ ശാഖകളായിട്ട് മാറുകയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് അഡൾട്ട് സൈക്യാട്രി, അല്ലെങ്കിൽ ഓൾഡ് ഏജ് സൈക്യാട്രി, അല്ലെങ്കിൽ അഡോളസെന്റ് ആൻഡ് ചൈൽഡ്, ഇത് അല്ലെങ്കിൽ ഒരു ഗൈനക്കോളജിയിൽ സ്ത്രീ ഗൈനക്കോളജിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ, അഡിക്ഷൻ, അത് ആത്മഹത്യാ പ്രതിരോധം, ഇപ്പം ഇങ്ങനെ വിവിധങ്ങളായിട്ടുള്ള ശാഖകളായിട്ടാണ് അത് വരുന്നത്. അപ്പം നമുക്ക് ഒരു കുട്ടിയെ അവലോകനം ചെയ്യുന്നതിൽ നിന്ന് വ്യത്യാസമാണ് ഒരു പ്രായമായിട്ടുള്ള ഒരാളിനെ അവലോകനം ചെയ്യുന്നത്. അപ്പോൾ അവരിലെ പ്രശ്നങ്ങൾ പലതാണ്. അപ്പം ഇങ്ങനെ ഒരു ശാസ്ത്ര ശാഖ അത് വീണ്ടും ഉപശാഖകളായി പോകുമ്പോൾ വീണ്ടും നമുക്ക് ഒരു മാനുഷിക ശേഷിയുടെ
ആവശ്യം വരികയാണ്. അപ്പോഴേ അതിൻ്റെ വികസനത്തിന് അനുസൃതമായിട്ട് നമുക്കത് സാധാരണ ആളുകളിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ആരോഗ്യ ചികിത്സാ ഘടനയും ആരോഗ്യ ചികിത്സാ സംവിധാനവും അതിനുള്ള മനുഷ്യ ശേഷിയും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കത്തുള്ളൂ. അപ്പം ഇതിൻ്റെയൊക്കെ ലഭ്യത കൊണ്ടും ഈ മുമ്പേ പറഞ്ഞതുപോലെ ഒരു അറിവിലും ഇതിലുമുള്ള ഒരു വിടവ് കാരണം ഇന്ന് പരിശോധിക്കുകയാണെങ്കിൽ 100 പേർക്ക് ചികിത്സ ആവശ്യമുണ്ടെങ്കിൽ അതിൽ 95 ആളുകൾക്കും അത് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ അതായത് അതിന് നമ്മളൊരു ചികിത്സാ വിടവ് അല്ലെങ്കിൽ ഒരു ട്രീറ്റ്മെൻറ്റ് ഗ്യാപ്പ് എന്ന് പറയാം. ഈ ട്രീറ്റ്മെൻറ്റ് ഗ്യാപ്പ് 100 പേർക്ക് സഹായം നമുക്ക് കൊടുക്കാവുന്ന ആവശ്യമുള്ള ആളുകളുണ്ടെങ്കിൽ അതിൽ 5 പേരിൽ ആണ് ഈ സഹായം എത്തിപ്പെടുന്നത്. അപ്പം നമുക്ക് ഇന്നത്തെ ആത്മഹത്യാ പ്രതിരോധ ദിനത്തിൻ്റെ സന്ദേശം ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ നമുക്ക് ഈ ആഖ്യാനങ്ങൾ മാറ്റാം. കാഴ്ചപ്പാടുകളെ അടിസ്ഥാനമാക്കി വരുന്ന ഈ ആഖ്യാനങ്ങളെ മാറ്റാം. എന്നിട്ട് നമുക്ക് സംസാരിക്കാം. അതിൻ്റെ ഞാൻ മുമ്പേ പറഞ്ഞാൽ ഒരു കൾച്ചർ ഓഫ് സൈലൻസ്, ഒരു നിശബ്ദതയുടെ സംസ്കാരത്തിൽ നിന്ന് നമുക്ക് ഏതൊരു ശാരീരിക ബുദ്ധിമുട്ടുകളെ പോലെ തന്നെ നമ്മൾ സംസാരിക്കുമ്പോൾ തന്നെ നമുക്ക് മാനസികമായ ബുദ്ധിമുട്ടുകളും അസ്വസ്ഥതകളും ഉണ്ടെങ്കിൽ നമുക്കത് പരസ്പരം സംസാരിക്കാം. അപ്പോൾ സംസാരിക്കുന്നത് മാത്രമല്ല, ഈ സംസാരം എന്നതിനൊന്നുണ്ട്. നമ്മൾ സംസാരിക്കുമ്പോൾ അത് കേൾക്കുന്നയാളിന് അതിനെക്കുറിച്ച് അറിവുണ്ടെങ്കിലേ പരസ്പരം നമ്മൾ മനസ്സിലാക്കുമെങ്കിലേ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരത്തിനും അർത്ഥമുള്ളൂ. അപ്പം നമ്മുടെ മനസ്സിലാക്കലുകളും നമ്മുടെ കാഴ്ചപ്പാടുകളും വ്യക്തമാക്കാം. അപ്പം ഈ വ്യക്തത ശാസ്ത്രീയമായ നമ്മൾ എത്തി നിൽക്കുന്ന കണ്ടെത്തലുകളെ അടിസ്ഥാനപ്പെടുത്തി വേണം ആ കാഴ്ചപ്പാടുകൾ രൂപപ്പെടുത്തേണ്ടി വരുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാടുകളിൽ അടിസ്ഥാനമായ ആഖ്യാനങ്ങൾ മാറ്റുന്നതോടൊപ്പം നമ്മൾ സംസാരിക്കുന്നതോടൊപ്പം നമുക്ക് അതിനോടുള്ള ചികിത്സാ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തുകയും അതിനകത്ത് അത് എന്തെങ്കിലും ഒരു വ്യക്തിപരമായിട്ട് നമ്മളുടെ കഴിവോ ഇതോ കുറയുന്ന മോശമായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന രീതിയിൽ ഒരു ആക്ഷേപത്തിൻ്റെ രീതിയിൽ ഉള്ള നമ്മളുടെ ഒരു മാനസിക നില, ഒരു സമീപനം നമ്മളെല്ലാം മാറ്റേണ്ടതുണ്ട്. ശാരീരിക രോഗങ്ങൾ പോലെ തന്നെയാണ് മാനസിക അസ്വാസ്ഥ്യങ്ങൾ, അതിൻ്റെ ചികിത്സകൾ. അപ്പോൾ അത് നമുക്ക് എല്ലാവർക്കും ആവശ്യം വരുന്ന സന്ദർഭത്തിൽ കിട്ടത്തക്ക രീതിയിൽ നമ്മുടെ സമീപനങ്ങൾ, നമ്മളുടെ സാഹചര്യങ്ങൾ, ആരോഗ്യ സംവിധാനങ്ങൾ വളർന്നു വരട്ടെ. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ ഡോക്ടർമാർ തന്നെ ചെയ്യേണ്ട ഒരു കാര്യമല്ല, എല്ലാ വ്യക്തികളും ഇതിൽ ഭാഗഭാക്കാകണം. അപ്പോൾ ഇപ്പോഴത്തെ ഒരു സമയത്ത് നമുക്ക് വ്യക്തിപരമായിട്ട് ഓരോ മനുഷ്യനും അവനവൻ്റെ ഈ കാര്യങ്ങളെക്കുറിച്ചുള്ള വീക്ഷണവും അറിവും മാറി വരുന്ന കാലഘട്ടം അനുസരിച്ച് കൂടുതൽ അറിവ് ആർജിച്ചുകൊണ്ടിരിക്കേണ്ടതുണ്ട്. അത് വളരെ ആവശ്യമാണ്. അതായത് നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലത്തോളം നമ്മളെല്ലാം പഠിച്ചുകൊണ്ടിരിക്കണം. നമ്മുടെ ചുറ്റുപാടുകളെ, നമ്മളുടെ മാറ്റങ്ങളെ, സമൂഹത്തിൽ നടക്കുന്ന മാറ്റങ്ങളെ ഒക്കെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കണം, അവലോകനം ചെയ്തുകൊണ്ടിരിക്കണം. അത് നിശ്ചയമായിട്ടും നമുക്ക് എല്ലാവർക്കും നന്മയുണ്ടാകും. നല്ലത് വരട്ടെ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.